രാവിലെ തന്നെ കിച്ചൺ ഏരിയയിൽ അടി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. കാരണമെന്ന് പറയുന്നത് ശൈത്യമാണ്. അനുമോള് നമ്മുടെ കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഉപ്പുമാവ് ഇളക്കുമായിരുന്നു. അനുമോളെന്ന് പറയുന്നത് എല്ലാവരും കൊണ്ട് ഇപ്പം എന്തെങ്കിലും ഉള്ളി അരിഞ്ഞതാ അതരിഞ്ഞതാ ഇതരിഞ്ഞതാ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് കിച്ചൻ്റെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും അനുമോൾ മാത്രമേ ചെയ്യൂ. അത് വേറൊരാളെ കൊണ്ടും ചെയ്യിപ്പിക്കത്തില്ല. കാര്യം എല്ലാവരുടെ ശ്രദ്ധ വേണം. ഈ ആഴ്ചത്തെ എന്താ പറയുക ബെസ്റ്റായിട്ട് എല്ലാം ചെയ്ത ഒരാൾ അനുമോളാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അത് അനുമോളുടെ ഗെയിമാണ്, അത് അനുമോളുടെ വാശിയാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം അനുമോൾക്ക് ഹൈറ്റ് ഇല്ല. ഇപ്പം ഹൈറ്റ് ഇല്ലാത്ത സമയത്ത് വേറൊരാളെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല. അതിന് പകരം കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ കയറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് എന്തായാലും ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. അത് ഹൈജീൻ ഇഷ്യൂ മാത്രമല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ മണ്ടേ കയറി ഇരുന്ന് അതൊക്കെ തിളയി വീണാൽ ആകെ മൊത്തം മെനക്കേടാണ്. അതുകൊണ്ടും കൂടാണ് ഞാൻ പറയുന്നത്, ഹൈജീൻ ഒരു പാർട്ടാണ് എങ്കിൽ പോലും ഈ സാധനങ്ങളൊന്നും നശിപ്പിക്കാനുള്ളതല്ല. എന്തായാലും ശൈത്യ ഈ ഒരു കാര്യം എടുത്തു കാണിച്ചു, ഇതിൻ്റെ മണ്ടിൽ കയറിയിരിക്കുന്നത് ശരിയല്ലെന്ന്. അത് അവിടെ ശൈത്യയും അനുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതിന് പകരം അനുമോൾ ആയതുകൊണ്ടും എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത്, അതായത് അനുമോൾ പുറത്ത് നെഗറ്റീവാണ് എന്നുള്ള തോന്നലായിരിക്കും ഇവർക്ക്. അങ്ങനെ നെഗറ്റീവ് ആണെങ്കിൽ പോലും, ഇപ്പം അനുമോൾ നെഗറ്റീവ് ആയിക്കോട്ടെ എങ്കിൽ പോലും കൂട്ടത്തോടെ ഒരാൾ ആക്രമിച്ചാൽ അയാൾ പോസിറ്റീവ് ആകും. അതുപോലും ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലേ, പുറത്ത് എത്ര നെഗറ്റീവുള്ള ഒരാളാണെങ്കിൽ പോലും ഒരാളെ കൂട്ടത്തോടെ ആക്രമിക്കുകയാണെങ്കിൽ അയാൾ പോസിറ്റീവ് ആകും. അതായത് നമ്മൾ കണ്ട കാര്യമാണ് സീസൺ 5 അഖിൽ മാരാർ പുറത്ത് നല്ല നെഗറ്റീവായിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. ആ ഒരു ഫസ്റ്റ് വീക്കിലെ പെർഫോമൻസ്, അതായത് എല്ലാവരും കൂടെ അഖിൽ പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അഖിലിനെ ടാർഗറ്റ് ചെയ്താൽ പോസിറ്റീവ് ആകും എന്നുള്ള തോന്നലിൽ അഖിലിനെ ടാർഗറ്റ് ചെയ്തു ഗെയിം കളിച്ചു. അഖിൽ പോസിറ്റീവായി, ബാക്കിയുള്ള എല്ലാവരും നെഗറ്റീവായി. അതാണ് നമ്മൾ കണ്ടത്. അപ്പം എത്ര നെഗറ്റീവുള്ള ആളുകളെ ആണെങ്കിൽ പോലും കൂട്ടത്തോടെ ടാർഗറ്റ് ചെയ്താൽ അയാൾ പോസിറ്റീവ് ആകും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഓരോ ദിവസം കൂടുമ്പോഴത്തേക്കും അനുവിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം അതിനുള്ള കാരണക്കാരെ വീട്ടിനകത്തുള്ളവർ തന്നെയാണ്. അനുവിൻ്റെ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ ആണെങ്കിൽ അനു നെഗറ്റീവ് ആകേണ്ട കാര്യങ്ങളാണ് അനുവിൻ്റെ വായിന്ന് വരുന്നത്. പക്ഷേ അനു വീണ്ടും പോസിറ്റീവ് ആകുന്നതിന് കാരണം ഈ വീട്ടിനകത്തുള്ളവർ തന്നെയാണ്. അതായത് എനിക്ക് തോന്നിയത് ആ സമയത്ത് ബുദ്ധിപരമായിട്ട് ഗെയിം കളിച്ചത് അനീഷ്, ഷാനവാസ്, ജിസൈൽ, പിന്നെ 1-2 പേരുകളുണ്ട്. അവരൊക്കെ മാത്രമേ ഉള്ളൂ മാറി നിന്നത്. ബാക്കി എല്ലാവരും തന്നെ ചാടി വീഴുമായിരുന്നു അനുവിൻ്റെ അടുത്ത്. അനുവിന് സപ്പോർട്ടായിട്ട് തോന്നുന്നു ശാരിക സംസാരിച്ചു എന്ന് തോന്നുന്നു. വേറെ ആരും അങ്ങനെ അധികം ഒന്നും സംസാരിക്കുന്നത് കണ്ടില്ല. ആദില നൂറയുടെ ഒന്നും സംസാരം കേട്ടില്ല. ആദില നൂറയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇളക്കാൻ തരുന്നില്ലെന്നുള്ളതാണ്. അത് കറക്റ്റ് കാര്യമാണ്. അതായത് എല്ലാവരും കൊണ്ട് അത് അരി തരൂ ഇത് അരി തരൂ എന്ന് പറയിപ്പിച്ചിട്ട് അനുമോൾ നിന്നാണ് ചെയ്യുന്നത്. വേറെ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. ഈ അടുപ്പിൻ്റെ അടുത്തേക്ക് വേറൊരു മനുഷ്യന്മാരെ അനുമോൾ അടുപ്പിക്കുന്നില്ല. അപ്പം ഹൈറ്റ് ഇല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കുക, അതാണ് വേണ്ടത്. അപ്പം അതിന് പകരം സ്ലാബിന് മണ്ടേ കയറി നിൽക്കുന്നത് അത് ചെയ്ത് തെറ്റാണ്. അത് വളരെ പ്രോപ്പർട്ടി ഡാമേജും അവിടെ ഹൈജീൻ്റെയും 2 പ്രശ്നവും അവിടെ ഉണ്ട് അല്ലേ. മാത്രമല്ല ഗ്യാസിലിട്ട് ഇളക്കുന്നത്, എങ്ങാനും സ്ലിപ്പായി എൻ്റെ മണ്ടോട്ട് വീണാൽ അത് വേറെ പ്രശ്നം. അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം അത് അനുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാണ്. ആ തെറ്റിനെ തെറ്റായിട്ട് തന്നെ പറയണതിന് പകരം ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അനുവിനെ പോസിറ്റീവാക്കി. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത്. അതേപോലെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ അഭിലാഷിന് എന്തൊക്കെയോ പുറത്ത് കാണിക്കണം, ഞാനിവിടെ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെ തോന്നി. പിന്നെ അക്ബർ പിന്നെ പറയണ്ട, എല്ലാ കാര്യത്തിനും ചാടി വീഴും. പ്രത്യേകിച്ച് അനുമോളുടെ കാര്യത്തിന്, അനുമോള് ഷാനവാസയുടെ ഒക്കെ കാര്യത്തിന് പെട്ടെന്ന് ചാടി വീഴും അക്ബർ. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അഭിലാഷ് ഇങ്ങനെ കിടന്ന് തിളച്ചേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലൊറ്റൊരു കാര്യമുള്ളൂ, ഞാൻ ഈ വീട്ടിനകത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെ എനിക്ക് തോന്നി. എന്തായാലും അനുമോൾ ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് അനുമോൾക്ക് തന്നെ പണി മേടിക്കും, മറ്റുള്ളവരെ അപകടത്തിലും ആക്കുന്ന രീതിയിലുള്ള കാര്യമാണ് അനുമോൾ ചെയ്യുന്നത്. അതൊരിക്കലും ഈ പരിപാടി ചെയ്യാൻ പാടില്ല. കാര്യം ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു അലൂമിനിയം ഫാബ്രിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. സ്ഥിരമായിട്ട് നമ്മൾ വാർത്തിട്ട സ്ലാബൊന്നും അല്ലല്ലോ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കാനായിട്ട്. അത് ഇത്ര നല്ല വെയിറ്റുള്ള ഒരാൾ, കുഞ്ഞുങ്ങളൊന്നും കയറ്റിയിരുന്ന പോലെ അല്ല. അപ്പം അതും അടുപ്പിൻ്റെ അടുത്ത്, കിച്ചണിൽ ഗ്യാസിൻ്റെ അടുത്ത്, ഇതൊക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഹൈജീൻ ഇഷ്യൂ ഉണ്ട്, അത് വേറൊരു കാര്യം. ചപ്പാത്തിയൊക്കെ പരത്തുന്നതിന് മേളിൽ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ നോക്കുന്ന കൂടുതൽ സേഫ്റ്റിയാണ്. ഇതൊരു അടച്ചിട്ട മുറി പോലെയാണ്, AC റൂമാണ്. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കാര്യമാണ് ഈ ഗ്യാസിൻ്റെ പുറത്ത് കളിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വാണിംഗ് കിട്ടേണ്ട കാര്യമാണ് നമ്മുടെ അനുമോൾക്ക്. നമുക്ക് നോക്കാം ഇനി എന്താകുമെന്ന്.